അബ്ദുൽ നാസറാണ്. സിവിൽ എഞ്ചിനീയർ, ഡസൽ ബോയ്സ് ടോസ്റ്റ് മാസ്റ്റർ ക്ലബിലെ മെമ്പറാണ്. 18 years ആയി ദുബായിലുള്ള ടോസ്റ്റ് മാസ്റ്റർ. പുതുതായിട്ട് ജോയിൻ ചെയ്തു. ക്ലബ് ആക്ടിവിറ്റീസ് ആണ് അബ്ദുൽ നാസറിന്. നമുക്ക് മെമ്പറായി ചേരാമെന്ന് പ്രതീക്ഷിച്ചു. ഇവിടെ 2007 ഇവിടെ വരുന്നതിന് മുമ്പ് കുറച്ച് ക്ലബ്ബുകൾ, നാട്ടിൽ ചെറിയ ചെറിയ ക്ലബ്ബുകൾ മത്സരങ്ങളൊക്കെ നടത്തിയിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് ഏകദേശം 17 വർഷം 9 മാസമായപ്പോഴാണ് ടോസ്റ്റ് മാസ്റ്റർ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെയാണെന്നുള്ള അറിയില്ലേ. അപ്പോഴാണ് ഇപ്പൊ ഞാൻ ഇതുവരെ 17 വർഷത്തിൽ എവിടെയൊക്കെ പോയി സ്പീച്ച് ചെയ്ത് അതിനെക്കാട്ടും ഓവർടേക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം അധികം. അപ്പൊ മലയാള ക്ലബ്ബ് ആദ്യമായിട്ട് ഞാൻ കേട്ടു. റൈന കാലിത്ത് എന്ന് പറഞ്ഞ ഇവിടെയുള്ള അവർ പറഞ്ഞു തന്നായിരുന്നു ഇവിടെ അങ്ങനെ ഒരു ഇതുണ്ട്, ഇവിടെ വേക്കന്റ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് വന്നത്. അപ്പൊ ഇവിടെ ഇപ്പം ഗസ്റ്റ് ആരും ഇല്ല. അപ്പൊ ഞാൻ ഓരോരുത്തരെ 1 by 1 ആയിട്ട് വിളിക്കും. DM നിതിൻ ജോർജ് കേട്ടോ. നിതിൻ ജോർജ് ഇന്ത്യയിൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്ന മലയാളി. ഇന്ത്യയിൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്ന ഒരു മലയാളി. എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യയിൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്ന ഒരു മലയാളി. ഞാനിതിന് വേറെ രീതിയിലാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിലെന്നല്ല, ലോകത്തെവിടെയായാലും മലയാളി നിൽക്കുന്നത് ഗുരുവായൂർ കേശവന്മാർ തന്നെ തല ഉയർത്തി തന്നെയാണ് നിൽക്കുന്നത്. അത് ഒരു മലയാളിയല്ല, എല്ലാ മലയാളികളും അങ്ങനെയാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ വരുന്ന ഒരു സാഹചര്യം, നമ്മൾ വളർന്നു വരുന്നൊരു സാഹചര്യം. ഇപ്പം ഇന്ത്യ പറഞ്ഞുകൊണ്ട് മാത്രം പറയുകയാണ്, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ ഒക്കെ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മളുടെ പഠന സൗകര്യങ്ങളാണെങ്കിലും നമ്മളുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആണെങ്കിലും നമുക്കുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായാലും ഒക്കെ, അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്തായാലും പോലും അത് മറ്റുള്ളതിൽ നിന്ന് വളരെയധികം വിഭിന്നമായിട്ടുള്ളതും വളരെയധികം ഉയർന്ന നിലയിലുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലോകത്തെവിടെ പോയാലും തലയുയർത്തി നിൽക്കാൻ തന്നെ പറ്റുന്ന പ്രാപ്തിയുള്ളവരാണ് മലയാളികൾ. നമ്മളിപ്പോൾ ഈ UAE തന്നെ നോക്കിക്കഴിഞ്ഞാൽ UAEയിലുള്ള പല ഉയർന്ന സ്ഥലങ്ങളിലും പൊസിഷൻസിൽ ഇരിക്കുന്നത് മലയാളികൾ തന്നെയാണ്. അതിൻ്റെ ഒരു റീസൺ നമുക്ക് കിട്ടിയ ആ ഒരു എക്സ്പോഷർ തന്നെയാണ്. അപ്പം UAEയിൽ തന്നെ ഇത്രയും ഉയർന്ന നിലയിൽ നിൽക്കുമ്പോൾ ഇന്ത്യയിൽ എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇന്ത്യയിലായാലും UAEയിലായാലും മലയാളിയുടെ തല എന്നും ഉയർന്നു തന്നെ നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തതായിട്ട് DTM ഫനീമിനെ ക്ഷണിക്കുന്നു. ഒരു ഡിറ്റാച്ച് ചാമ്പ്യനാണ്. DTM ഫനീം. ഡിസംബർ ഈ വർഷത്തെ അസ്തമയമാകുമ്പോൾ കഴിഞ്ഞ മാസത്തിൽ നിങ്ങൾ എന്ത് നേടി? ഡിസംബർ ഈ വർഷത്തെ അസ്തമയമാകുമ്പോൾ കഴിഞ്ഞ മാസങ്ങളിൽ നിങ്ങൾ എന്ത് നേടി? UAE സംബന്ധിച്ച് ഡിസംബർ അസ്തമയമല്ല, ഉദയമാണ്. ഇത്രയധികം പരിപാടികളും പ്രോഗ്രാമുകളും നടക്കുന്ന ഒരു മാസം നമുക്കില്ല. നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ. നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഇത്രയും വർഷം, ഈ വർഷത്തിൽ എന്ത് നേടി? ഒരു കാര്യം നേടാത്തത് പറയാം. തുടക്കത്തിൽ എഴുതി വെച്ച കുറച്ച് കാര്യങ്ങൾ അതൊന്നും നേടിയിട്ടില്ല. അത് അടുത്ത കൊല്ലത്തേക്ക് മാറ്റി വെച്ചു. അടുത്ത ജനുവരിയിൽ അത് വീണ്ടും തുടങ്ങുന്നതാണ്. എങ്കിലും ഒരു കാര്യം ഈ വർഷത്തിലുണ്ടായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ വായ തുറന്നവർക്ക് ഭക്ഷണം കിട്ടും എന്നുള്ള ഒരു മെസ്സേജ്
വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലായിരിക്കും. അതെവിടെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി നമ്മൾ വായ തുറക്കണം, ആരും വായ തുറക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് നമ്മളെ പറ്റി നമ്മൾ തന്നെ പറയണം. അല്ലാതെ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് നിങ്ങളെ പറ്റി പറയുന്നത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കണം. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്നുള്ള രീതിയിൽ പ്രകടനങ്ങളും നമ്മുടെ വീഡിയോകളും ഇടാൻ ഒരു ജാള്യതയും വേണ്ട എന്നുള്ള ഒരു തിരിച്ചറിവാണ് കഴിഞ്ഞ മാസങ്ങളിൽ നിന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഈ വർഷത്തിൽ തന്നെ ഈ വർഷം മാത്രം 230 വീഡിയോകളാണ് മൊത്തമായിട്ടുള്ളത്. എന്നാലും അതിൽ ഒരെണ്ണം പോലും നാട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന ഒരെണ്ണം പോലും ഇല്ല. എങ്കിലും എല്ലാം തന്നെ നമ്മൾ പങ്കെടുത്തതും നമ്മളുടെ ഒരു എനർജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പല പല വേദികളും പല സന്ദർഭങ്ങളുടെയും ഒരു ക്ലിപ്സ് അല്ലെങ്കിൽ ഒരു ദൃശ്യങ്ങളാണ് ഇതിലെല്ലാം. ഇനിയുള്ള മാസങ്ങളിൽ മാറ്റങ്ങൾ വരാൻ പോകുന്നത് മനുഷ്യന്മാർക്ക് കുറച്ച് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും എന്റെ പേജിൽ നിന്നും ഉണ്ടാവണേ എന്നുള്ള ആഗ്രഹത്തിലാണ് ഈ ഡിസംബറിൽ കിട്ടിയാൽ നിൽക്കുന്നത്. അപ്പോൾ ഭാവി അത്തരത്തിൽ പച്ചയോ മഞ്ഞയോ വന്നോ എന്താണ് ഉദ്ദേശിക്കുന്നത്. താങ്ക് യു. അടുത്തതായിട്ട് DM സുനിൽ, തേജസ് ക്ലബിലെ മെമ്പർ. സുനിൽ, നിങ്ങളുടെ വിഷയം നെഞ്ചുവിരിച്ച് നിൽക്കുന്ന, ഇന്ത്യയിൽ നെഞ്ചുവിരിച്ച് നിൽക്കുന്ന ഒരു സംസ്ഥാനം, ഇന്ത്യയിൽ നെഞ്ചുവിരിച്ച് നിൽക്കുന്ന ഒരു സംസ്ഥാനം. ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇതൊരു അപ്രസക്തമായ ഒരു ചോദ്യമാണെന്ന് ഞാനിവിടെ ആദ്യം തന്നെ പറയുകയാണ്. നമുക്കറിയാം, ലോകത്തിന് തന്നെ മാതൃകയായി കൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളം. ഞാൻ ആദ്യം എന്റെ പദപരിചയത്തിൽ പരിചയപ്പെടുത്തിയതുപോലെ കേരളം ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയായിരിക്കുകയാണ്. അത് ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത്രമാത്രം കാര്യങ്ങളിൽ ഇന്ന് നമ്മൾ കേരളത്തിലെ മലയാളികൾ എന്ന് പറയുന്ന നമ്മൾ അഭിമാനിക്കുന്ന മലയാളികൾ ഇന്ന് ലോകത്തിന് മാതൃകയായി കൊണ്ടിരിക്കുകയാണ്. അത് ശുചീകരണത്തിന്റെ കാര്യത്തിലായാലും, വ്യവസായത്തിന്റെ കാര്യത്തിലായാലും, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും, സാംസ്കാരിക തലങ്ങളിലായാലും ഇന്ന് നമ്മൾ നേടിയിരിക്കുന്ന ഈ നേട്ടം എന്ന് പറയുന്നത് മലയാളികളായ നമ്മൾ ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന ഒന്ന് തന്നെയാണ്. ഇന്നലെ വരെ ഇത് നടക്കില്ല എന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ച ഒരു വലിയ പഠന വിഭാഗം തന്നെ എഴുതിത്തള്ളിയ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ പച്ചയായി നടത്തി തരുന്ന ഒരു വിഭാഗം ആളുകൾ, ഒരു വിഭാഗം ലീഡർ നമ്മുടെ മുമ്പിലുണ്ടെന്നും അതിൽ നിന്നും മലയാളികളായ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടെന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പച്ചയായി കാണിച്ചു തരുന്ന ഒരു ഗവൺമെന്റാണ് നമ്മുടെ മുന്നിലിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇനിയും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞ വാക്കുകളിലേക്ക് പോകേണ്ടത് കൊണ്ട് തന്നെ ഞാനിവിടെ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് DTM ഹഷീം ഹലീം, ഇന്റർനാഷണൽ സ്ക്രീൻസ് സെമി ഫൈനൽസ്. ലോകം DTM ഹഷീം ഹലീം, നിങ്ങളുടെ വിഷയം നിങ്ങളൊരു കൂട്ടായ്മയായി ചെയ്യാൻ ആഗ്രഹിക്കുന്ന നല്ല കാര്യം. നിങ്ങളൊരു കൂട്ടായ്മയായി ചെയ്യാൻ ആഗ്രഹിക്കുന്ന നല്ല കാര്യം. DTM ഹഷീം. കൂട്ടായ്മയായി ചെയ്യാൻ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങൾ. ഞാൻ ഇത്രയും കാലം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ എല്ലാ ഞായറാഴ്ചയിലൂടെ കൂടുന്ന ടോസ്റ്റ് മാസ്റ്റേഴ്സ് തന്നെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതുതന്നെയാണ് എൻ്റെ ആദ്യമായിട്ട് ഞാൻ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ജോയിൻ ചെയ്തപ്പോൾ പോലും എനിക്കുണ്ടായിരുന്ന ഒരു ആഗ്രഹം, സ്വയം എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് ഇമ്പ്രൂവ് ചെയ്യണമെന്നായിരുന്നു. അതിനെനിക്ക് പേഴ്സണലായിട്ടുള്ളൊരു റീസൺ ഉണ്ടായിരുന്നു. എനിക്കൊരു ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടാനായിട്ടാണ് ഞാൻ എൻ്റെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. ആദ്യമായിട്ട് ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബിലോട്ട് കയറിയപ്പം എല്ലാ
ഗസ്റ്റുകളോട് ചെയ്യുന്ന പോലെ തന്നെ എന്നെയും ടേബിൾ ടോപ്പിക്സിനെ കുറിച്ചിട്ടുണ്ട്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എനിക്ക് തോന്നുന്നത്. വാട്ട് മേക്സ് യു സ്മൈൽ. ആ ടോപ്പിക് കുറിച്ച് വേറെ ഒരു സ്ഥാനം തന്നെ സ്മൈൽ ചെയ്യിച്ചിട്ടില്ല. 15 സെക്കൻഡോടെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ ഒരു ഐഡിയ കംപ്ലീറ്റ് ആയിട്ട് ഒപ്പിക്കോട്ടെ. എന്നിട്ട് ബാക്കിയുള്ള ഓൾമോസ്റ്റ് 1 മിനിറ്റ് സൈലന്റ് ആയിട്ട് ഞാൻ പറഞ്ഞു. ഒരു മടിയും ഇല്ലാതെ, ഒരു വാക്ക് പോലും പറയാനില്ലാതെ സൈലന്റ് ആയിട്ട് ഞാൻ സ്റ്റേജ് ചെയ്തു. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ബ്രേക്കിന്റെ സമയത്ത് അല്ലെങ്കിൽ ആ മീറ്റിംഗ് കഴിഞ്ഞ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ടോസ്റ്റ് മാസ്റ്റേഴ്സൊക്കെ എന്നോട് പറഞ്ഞു, സാരമില്ല, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് തുടങ്ങിയത്. പക്ഷേ പിന്നെയും വരുവാണെങ്കിൽ ഒരു വട്ടം കൂടെ സ്റ്റേജിൽ കയറുവാണെങ്കിൽ ഇത് ശരിയാവും, കോൺഫിഡൻസും വരും, നല്ലോണം സംസാരിക്കാൻ പറ്റും. അവർ വെറുതെ പറഞ്ഞാൽ എനിക്കറിയാം, കാരണം അവരെനിക്ക് ബെസ്റ്റ് ടേബിൾ ടോപ്പിക് സ്പീക്കറിന്റെ അവാർഡ് തന്നില്ല. എന്നാലും രണ്ടാമത്തെ വട്ടം ഞാൻ സ്റ്റേജിൽ കയറിയപ്പോൾ അതിലും എടുത്തു. പിന്നെ ആ സ്റ്റേജിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം എന്നോട് ചോദിക്കുവാണെങ്കിൽ പുതിയ ഒരാൾക്ക് ദുബായിലോട്ട് വരുന്നതാണെങ്കിലും അല്ലെങ്കിൽ വർക്ക് സ്പീഡിലോട്ട് പുതിയതായിട്ട് ഇറങ്ങുന്ന ഒരാൾക്ക് ഏറ്റവും നല്ല കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം ഒരിടത്തും ഇതെല്ലാം സ്വയം നമ്മൾ തന്നെ ചെയ്യണം എന്ന് എഴുതിയിട്ടില്ല. ഇതിനായിട്ട് നമ്മളെ സഹായിക്കാനും നമ്മളെ നല്ല വഴി കാണിച്ചു തരാനായിട്ടും പലവരും ഉണ്ട്. അതുപോലത്തെ ഒരു കൂട്ടായ്മയാണ് ടോസ്റ്റ് മാസ്റ്റേഴ്സ്. അപ്പം നമ്മളും ബാക്കിയുള്ളവരെ ഇങ്ങനെ തന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു എൻ്റെ ബാക്കിയുള്ള സ്ഥലം. 5 പേരെ എഴുതിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും വളണ്ടിയേഴ്സിന് ഇനി ചോദിക്കുകയാണെങ്കിൽ ചെയ്യാം. ടോസ്റ്റ് മാസ്റ്റർ മീറ്റിംഗ് ഇന്ന് 7-ാം തീയതിയാണ്, ഡിസംബർ 7-ാം തീയതിയാണ്. 7 എന്ന സംഖ്യ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത് എന്താണ്? 7 എന്ന സംഖ്യ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത് എന്താണ്? നന്ദി. നല്ലൊരു വ്യത്യസ്തമായ ഒരു ചോദ്യം തന്നെയാണ്. ഈ 7 നമ്മൾ കണ്ണാടിയുടെ തിരിച്ചു കഴിഞ്ഞാൽ അതുവരെ ചിലപ്പോൾ എല്ലായിട്ടാണ് ഇപ്പോൾ ആ എല്ലിനൊരു പ്രത്യേകത ഉണ്ട് ഇംഗ്ലീഷ്. എല്ലാം എനിക്ക് 7 എന്നല്ല 70 എന്നല്ല 160 ദിവസം കേൾക്കാൻ ആഗ്രഹമുള്ള, അനുഭവിക്കാൻ ആഗ്രഹമുള്ള ഒരു വികാരമാണ് സ്നേഹം അഥവാ എല്ലാം. അപ്പോൾ ഈ 7നോട് പ്രത്യേകിച്ച് ദൈവം 7 നാളുകൊണ്ടാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. 6 ദിവസം നീ അധ്വാനിച്ചിട്ട് 7ാമത്തെ ദിവസമാണ് നമ്മൾ വിശ്രമിക്കുന്നത്. ആ വിശ്രമ ദിനത്തിൽ ഒരു വിശ്രമമില്ലാതെ അനവരതമായിട്ട് ഈ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബിലേക്ക് വരാൻ പറ്റുക എന്ന് തന്നെ 7ന്റെ ഒരു പ്രത്യേകതയായിരുന്നു. ഞാൻ ഒരു ടോസ്റ്റ് മാസ്റ്ററിൽ ജോയിൻ ചെയ്തത് ഇതുപോലത്തെ ഒരു നവംബർ 7-ാം തീയതിയാണ്. എനിക്ക് വളരെ പിന്നെ ഒരുപാട് ഓർത്തെടുക്കാനായിട്ട്. പക്ഷെ എനിക്ക് വളരെ പ്രത്യേകതയുള്ള ഒരു 7 നിൽക്കുന്നത്, ഞാൻ ഒരു അച്ഛനാവാൻ പോകുന്നു എൻ്റെ ഭാര്യ പറഞ്ഞത് ഇതുപോലത്തെ 7 മാസത്തിൽ 7-ാം തീയതിയാണ്. അത് ആ സമയത്തെ ഒരു എന്താ പറയുക സന്തോഷം അത് പറയാൻ പറ്റില്ല. അതിനോട് പറഞ്ഞ 7 എന്നുള്ളത് എനിക്ക് തിരിച്ചു പറഞ്ഞ സ്നേഹത്തിന്റെ ഒരു പ്രതീകമാണ് 7. കാരണം കുട്ടിക്കാലം മുതലേ അമ്മ തന്നിട്ടുള്ള സ്നേഹം. ആ 7ാമത്തെ ദിവസം ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് അമ്മയുടെ കൈ കൊണ്ട് കിട്ടുന്നുണ്ടാകുന്ന ചിക്കൻ കറി, അതിന്റെ ആ ഒരു സ്നേഹത്തിന്റെ വ്യാപ്തി ആ 7നാണ് പ്രത്യേകത. പിന്നെ മരിച്ചു കഴിഞ്ഞാൽ 7ന്റെ എന്താണ് സംഭവങ്ങൾ നടക്കുന്നത്? അതെ. അപ്പൊ എല്ലാം കൊണ്ടും ഒരു മനുഷ്യന് ജന്മം മുതല് അവസാനം വരയ്ക്കും 7ന് വളരെയധികം പ്രത്യേകത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പറഞ്ഞുകൊണ്ട് നന്ദി. ടേബിൾ ടോപ്പിക്കിൽ 6 പേര് പങ്കെടുത്തു. അവസാനമായിട്ട് അനവരതമായിട്ട് എല്ലാവരും പങ്കെടുത്തു. പിന്നെ വോട്ട് ചെയ്യുമ്പോൾ എല്ലാവരും അവരുടെ പേര് ആരാണ് ചെയ്യുക, ഗസ്റ്റ് ഒന്നും ഇല്ല. ടോസ്റ്റ് മാസ്റ്റർ ജിഗ്നേഷ്, നിങ്ങൾ കണ്ട ഏറ്റവും മനോഹരമായ ഒരു ഉദയം ഏതാണ്? നിങ്ങൾ കണ്ട ഏറ്റവും മനോഹരമായ ഒരു ഉദയം ഏതാണ്?
ഐശ്വര്യം വരുന്നു. എല്ലാവർക്കും നമസ്കാരം. അപ്പോ ചോദ്യം ഇതാണ്, ഞാൻ കണ്ട ഏറ്റവും മനോഹരമായ ഉദയം ഏതാണെന്നുള്ളതാണ്. ഞാൻ ഒരു കഥ പറയാം, കഥയൊന്നുമല്ല, ഒരു ജീവിതം പറയാം. വളരെ വിഷമമുള്ളൊരു ജീവിതം പറയാം. അതായത് 2010 ഞാൻ ഒരു വളരെ നല്ല രീതിയിൽ നമ്മുടെ പ്രൊഫഷനൊക്കെ ഒരു ലെവലിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് ടാറ്റയിൽ വർക്ക് ചെയ്യുന്ന BCS വർക്ക് ചെയ്യുന്ന ഒരു കാലത്താണ് പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ബോഡി മൊത്തമായി ഒന്ന് സ്റ്റെക്ക് ആവുകയും പിന്നീട് ഹോസ്പിറ്റലിൽ പോവുകയും പിന്നീട് ഞാൻ എന്നെ തന്നെ എയർലിഫ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് ആയുർവേദ ആശുപത്രിയിൽ ഏകദേശം ഒരു മാസത്തോളം കിടന്ന് ചികിത്സിക്കേണ്ട ഒരു ആവശ്യം എന്റെ ജീവിതത്തിലുണ്ടായി. അപ്പോ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ഞാൻ പിച്ച വെച്ച് നടന്നു. പിന്നെ അത് കഴിഞ്ഞ് ഏകദേശം ഒരു മാസം അടുക്കുന്നതേ ഉള്ളൂ. അപ്പോഴാണ് എന്റെ ഒരു സുഹൃത്തും അവന്റെ ഒരു സുഹൃത്തും കൂടി ബോംബെ കാണാൻ വേണ്ടി വരുന്നത്. അവര് വന്ന് നമ്മളോട് എടാ ബാ പോവാ, കണ്ടൊരു പക്ഷേ പറയും എടാ ബാ നീ ഇങ്ങനെ കിടക്കുന്നു ബാ പോവാ. അവരെന്നെ വിളിച്ചു എടുക്കുന്നു ഇവിടെ അടുത്തല്ലേ. ആ പോക്ക് ഞങ്ങൾ പോയത് പൂനെയിലേക്കാണ്. പൂനെയിലെ പിന്നെ മറാഠ സാമ്രാജ്യത്തിന്റെ ഛത്രപതി ശിവാജി മഹാരാജാവിന്റെ ഏറ്റവും പ്രസിദ്ധമായ കോട്ടകളിലൊന്നായ സിംഹഗഡ് കോട്ട കയറി ഏകദേശം ഒരു 3 മണിക്കൂർ നടന്ന് ഞാൻ ആ കോട്ട കയറി. രാവിലെ ഏകദേശം ഒരു 2 മണിക്ക് പുലർച്ചെ അതൊക്കെ കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ നമുക്കറിയില്ല നമ്മൾ പറ്റുമോ ഇല്ലയോ, വഴിക്ക് വെച്ച് ആംബുലൻസ് വിളിക്കേണ്ടി വരുമോ ഇല്ലയോ. ആ ഒരു സന്ദർഭത്തിൽ അത് കയറി മുകളിലെത്തി. അന്നൊരു ചെറിയ ചാറ്റൽ മഴയുടെ ഒരു ഭാഗം കഴിഞ്ഞ് അത് മാനം തെളിഞ്ഞ് ഒരു സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നൊരു പിക്ചർ എന്റെ മനസ്സിൽ ഇന്നും വ്യക്തമായിട്ടുണ്ട്. അത് എനിക്ക് തന്ന ഒരു എനർജിയാണ് പിന്നീട് അങ്ങോട്ട് ഞാൻ ഉണ്ടാക്കിയ എല്ലാ ഓട്ടത്തിന്റെയും പിന്നിലുള്ള ശക്തി. അത് മാത്രം ഓർത്തുകൊണ്ട് അടുത്തതായിട്ട് ദിവ്യ നമ്പ്യാർ ഗസ്റ്റ് അല്ലേ? ഞങ്ങൾക്കുള്ള വിഷയത്തിൽ നിന്നൊന്നും എടുക്കായി ദിവ്യ നമ്പ്യാർ, നിങ്ങളുടെ വിഷയം ഒരു യാത്ര നിങ്ങളിൽ വരുത്തിയ മാറ്റം പങ്കുവെക്കും. ഒരു യാത്ര നിങ്ങളിൽ വരുത്തിയ മാറ്റം പങ്കുവെക്കും. നമസ്കാരം. ഒരു യാത്രയുടെ പറയുമ്പോൾ അതിന് മുന്നത്തെ കാര്യം വേണം. അതായത് 21 വർഷം കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഒരു ചെറിയ നാട്ടിൽ, അതായത് വില്ലേജ് തന്നെ പറയാം, അവിടെ ജനിച്ചു വളർന്ന് ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു കഷ്ടകാല സമയത്ത് ഒരാൾ കെട്ടിക്കൊണ്ടുപോയി. അയാളുടെ ആണോ എന്റെ ആണോ കഷ്ടകാലം ഞാൻ പറയുന്നില്ല. അപ്പോ ആ ഒരു 21 ഇയേഴ്സ് ഏജ് ആയപ്പോ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റില് നമ്മള്, അതായത് നമുക്ക് നമ്മുടെ നാട്, നമ്മുടെ ആൾക്കാര്, പിന്നെ കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ പറയാമല്ലോ നമ്മുടെ സംസ്കാരം മാത്രം കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ആളായിരുന്നു. പുറം ലോകമായിട്ട് നമുക്ക് അധികം അങ്ങനെ അനുഭവങ്ങളോ അല്ലെങ്കിൽ ഇതൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും യാത്രയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ അങ്ങനെ പോകാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല. പക്ഷെ ആദ്യത്തെ ആ ഒരു യാത്ര, അതൊരു വിമാനയാത്ര. നമ്മളിങ്ങനെ എപ്പോ കണ്ടാലും ഇവിടെ വന്നിട്ട് 21 വർഷമായി, എന്നിട്ട് വിമാനം പറക്കുമ്പോൾ മുകളിലോട്ട് നോക്കിയിരിക്കും. എന്നെപ്പോലെ തന്നെ ആയിരിക്കും നിങ്ങളും. ആ ഒരു യാത്ര, അതിനുശേഷം, അതായത് അതുവരെ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു. ആ യാത്രയ്ക്ക് ശേഷം ഒരുപാട് പേരെ കണ്ടുകൂട്ടി. ഒരുപാട്, അതായത് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലുള്ളവരെ കണ്ടുകൂട്ടി. പുറത്ത് പിന്നെ ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഇവിടെ പല സ്ഥലത്തു നിന്ന് വന്ന ആൾക്കാർ നമ്മുടെ സുഹൃത്തുക്കളായി. അപ്പൊ അത് എന്നിൽ ഒരുപാട് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. കാരണം പണ്ടുള്ളവർക്കറിയാം ഞാൻ എങ്ങനെയായിരുന്നു. ഇപ്പോ അതിൽ നിന്ന് ഒരുപാട് മാറി. എങ്ങനെ ഓരോരോ സാഹചര്യങ്ങളിൽ എങ്ങനെ സംസാരിക്കണമെന്നും അല്ലെങ്കിൽ എങ്ങനെ പെരുമാറണമെന്നും